എവറസ്റ്റ് കൊടുമുടിക്ക് സമീപമുണ്ടായ ഭൂചലനത്തിൽ 100ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. എവറസ്റ്റിൽ നിന്നും 80 കിലോമീറ്റർ വടക്ക് ടിൻഡ്രി കൗണ്ടിയിലാണ് പ്രഭവ കേന്ദ്രം. ഇന്ത്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിയുടെ സംഗമ സ്ഥാനമാണിത്. കഴിഞ്ഞ 60 ദശലക്ഷം വർഷങ്ങളായി പ്രദേശത്ത് നടക്കുന്ന കൂട്ടിയിടികളാണ് ഹിമാലയത്തിന് ആകൃതി നൽകുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:47 അഫ്ഗാനിസ്ഥാനിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് നേപ്പാളിനെയും ടിബറ്റിനെയും പിടിച്ചുകുലുക്കിയ ഭൂചലനം ഉണ്ടായത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഷിഗാറ്റ്സെ നഗരത്തിന്റെ 200 കിലോമീറ്ററിനുള്ളിൽ 3 അതിലധികമോ തീവ്രതയുള്ള 29 ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി പ്രദേശത്ത് നിരവധി ഭൂചലനങ്ങൾ ഉണ്ടായി. 1950-ൽ 8.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടായി. ചരിത്രത്തിലെ ഏറ്റവും തീവ്രതയേറിയ ഭൂചലനം 1934-ലാണ് നേപ്പാളിനെ പിടിച്ചുലച്ചത്. 8.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം തലസ്ഥാനമായ കാഠ്മണ്ഡുവിനെ അടക്കം തകർത്തിരുന്നു. 10,000-ലധികം പേർ അന്ന് മരിച്ചതായാണ് കണക്ക്. 1966, 1980, 1988 വർഷങ്ങളിൽ ഭൂചലനം മൂലമുണ്ടാകുന്ന ദുരിതം മാറി. 1000-ലധികം പേർ അക്കാലങ്ങളിൽ മരിച്ചുവെന്നാണ് കണക്കാക്കുന്നത്. 2011 സെപ്റ്റംബർ 18-നും നേപ്പാളിൽ ഭൂകമ്പം നാശം വിതച്ചു. 6.9 തീവ്രതയിലുണ്ടായ ഭൂചലനത്തിൽ നേപ്പാളിലും ഇന്ത്യയിലുമായി 16 പേർ മരിച്ചു. ഇതിനു മുമ്പും ശേഷവും രാജ്യത്തുണ്ടായ ചെറു ഭൂചലനങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി. 1934-ന് സമാനമായിരുന്നു 2015-ലെ നേപ്പാൾ ദുരന്തം. 80 വർഷത്തിനിടെ നേപ്പാളിലുണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പമായിരുന്നു അത്. റിക്ടർ സ്കെയിലിൽ 7.8 രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂചലനത്തിൽ 8,964 പേരാണ് കൊല്ലപ്പെട്ടത്. 22,000-ലധികം പേർക്ക് പരിക്കേറ്റു. ലക്ഷക്കണക്കിന് വീടുകൾ തകർന്നു. 10,000-ങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു. ഇതിൽ ഇന്ത്യയിലും 75 പേർ മരിച്ചതായാണ് സർക്കാർ കണക്കുകൾ. ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അന്ന് പ്രകമ്പനം ഉണ്ടായി.